ഹലോ ഓൾ. സോ നമ്മളെല്ലാവരും നമ്മുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്. സ്വപ്നങ്ങൾ എല്ലായ്പ്പോഴും അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ വെള്ളക്കോട്ട്, സ്റ്റെതസ്കോപ്പ് കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ സ്വപ്നം കാണുന്ന മെഡിക്കൽ കോളേജസിലേക്ക് നമ്മൾ പോകുന്നത്, അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയങ്കര മനോഹരമായ കാഴ്ചയായിരിക്കും അല്ലേ? ഡെഫിനറ്റാണ്. നിങ്ങൾ ഇപ്പോൾ സ്വപ്നം കാണാൻ തുടങ്ങുന്ന, ഇതുവരെ സ്വപ്നം കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈ വർഷത്തെ നീറ്റ് എഴുതിയിട്ട് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ വേണ്ടി പോവാണ്. അതിൻ്റെ അവസാന വട്ട പ്രിപ്പറേഷനിലേക്കാണ് ഒരുപാട് കുട്ടികൾ കടന്നിട്ടുള്ളത്. അവരിപ്പോൾ +2 പഠിക്കുന്ന കുട്ടിയായിരുന്നാലും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നാലും എല്ലാവരും ആ ഒരു ഘട്ടത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഇനിയുള്ള 2, 2.5, 3 മാസം അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിവിഷൻ എക്സാമുകൾ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. റിവിഷൻ എക്സാം സീരീസുകളാണ് തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ എക്സാക്ട്ലി 2ാമത്തെ പകുതിയാണ് റിവിഷൻ എക്സാം സീരീസുകൾ വരുന്ന സമയം. ആദ്യം നമ്മൾ ഇഷ്ടമുള്ള അത്രയും സമയം എടുത്തിട്ട് ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ റിവിഷൻ എക്സാം വരുമ്പോൾ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുള്ളൂ. ആ കുറഞ്ഞ സമയത്ത് ഒരുപാട് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 2, 3 ദിവസം കൊണ്ട് 15, 20 ചാപ്റ്റർ വരെയൊക്കെ പഠിച്ചെഴുതിയിട്ട് വേണം നമുക്ക് ഓരോ റിവിഷൻ എക്സാംസും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് ശരിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓരോ സ്ഥാപനങ്ങളും അങ്ങനെ എക്സാമുകൾ എടുത്തത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വർക്ക്. ആൻഡ് ആ ഒരു എക്സാം സീരീസിലേക്ക് നിങ്ങളുടെ സ്റ്റഡീസിനെ കൃത്യമായിട്ട് പാറ്റേൺഡായിട്ട് ഫിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ പകുതിയിലധികം മാർക്ക് അധികമായി കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ 400 മാർക്കുകളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി മാർക്ക് 200 മാർക്ക് കൂടി അധികം കിട്ടി നിങ്ങളുടെ 400 എന്നുള്ളത് 600ലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ തന്നിട്ടുള്ള റിവിഷൻ എക്സാം സീരീസ്, അത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, എവിടത്തെ ആയിക്കോട്ടെ, ആ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് 2ാമത്തെ കാര്യം, നിങ്ങളുടേതായുള്ള എഫേർട്സ് ഇടുക എന്നുള്ളതാണ്. അത് കൃത്യമായ ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇടുക. അത് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ അത്ര വലുതാണ്. അത്ര വലിയ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ അത്ര അടിപൊളിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാവരും അത്ര വലിയ എഫേർട്ട് എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വലിയ എഫേർട്ട് എടുക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ റിവിഷൻ എക്സാമിൻ്റെ സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് എങ്ങനെ 15 ചാപ്റ്റർ പഠിക്കും? ഈസ് ഇറ്റ് പോസിബിൾ? ഒരിക്കലും അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, 15 ചാപ്റ്ററോ 20 ചാപ്റ്ററോ 4, 5 ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പോലും നടക്കാത്ത കാര്യമാണ്. അതിപ്പോൾ ടോപ്പർ ആയിരുന്നാലും ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ആളായിരുന്നാലും എല്ലാവർക്കും അത് കഴിയാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസിനെ ചിട്ടപ്പെടുത്തുക? നമുക്കത് കണ്ടു നോക്കാം. നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിലും നമുക്ക് ചുരുങ്ങിയത് 10 ചാപ്റ്ററെങ്കിലും ഓരോ റിവിഷൻ എക്സാമിന് നമുക്ക് പഠിക്കാനുണ്ടാവും. സോ ഞാനൊരു 10 ചാപ്റ്റർ എന്നുള്ളത് ഒരു ആവറേജ് നമ്പർ എടുക്കുകയാണ്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 15 ആവാം, ചിലടത്ത് 20 ആകാം. അത് ഡിപ്പെൻസ് അപ്പോൺ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും. ഏതായിരുന്നാലും നമുക്ക് ഇതേ സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ 10 ചാപ്റ്റർ ഡെഫിനറ്റ്ലി ഇത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും ഈ 10 ചാപ്റ്റർ ഉണ്ടാവുക. സോ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ 10 ചാപ്റ്ററിനെ വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു 50% മാർക്കിൻ്റെ ഇൻക്രിമെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത് ഒന്നാമത്തെ പണിയാണ്. ഈ ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അത് നമ്മുടെ ടൈം ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ എടുത്തിട്ട് 1ാമത്തെ ചാപ്റ്റർ, 2ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ടുള്ള ലിസ്റ്റുകൾ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. ഇത്ര ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് 2ാമത്തെ വെരി 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 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ 2ാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം 2ാമതായിട്ട് ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ ചൂസ് ചെയ്യുക. ഡിഫിക്കൽട്ടി ലെവൽ ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ തയ്യാറാക്കിയ 10 ചാപ്റ്ററിൻ്റെ ലിസ്റ്റാണ്. ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ ബാക്കി കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് ഡിഫിക്കൽട്ട് ആവുക? അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്കറിയാം ചില ചാപ്റ്റേഴ്സ് ഫിസിക്സിനകത്ത് റൊട്ടേഷണൽ മോഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എല്ലാവരും ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബയോളജിയിൽ ജെനറ്റിക്സ് നോക്കുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്ന ചാപ്റ്റർ. അങ്ങനെ എല്ലാവരും പറയുന്ന പൊതുവായിട്ടുള്ള ഒപ്പീനിയൻ അല്ല നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തയ്യാറാക്കിയ ലിസ്റ്റുകളിൽ 1, 2, 3, 4, 5, 6 നമ്മളിങ്ങനെ എഴുതി വെച്ചതിൽ അതിനകത്ത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്? അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ലോങ് ടേമിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പനി പിടിച്ചിട്ടുള്ള ആഴ്ചകൾ, അല്ലെങ്കിൽ നമുക്ക് കൊറോണ വന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വയ്യാതിരുന്ന ദിവസങ്ങൾ, നമ്മൾ ആബ്സെൻ്റ് ആയി പോയ സമയങ്ങൾ, ആ സമയത്ത് എടുത്തുപോയ ഒരു ചാപ്റ്റർ ആയിരിക്കും, നമ്മൾ അന്ന് കവർ ചെയ്യാൻ പറ്റാത്ത ചാപ്റ്റർ ആയിരിക്കും. അതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ. അല്ലെങ്കിൽ മറ്റു കുട്ടികൾ വളരെ എളുപ്പം എന്ന് പറയുന്ന ചില ചാപ്റ്റേഴ്സ് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതെനിക്ക് തീരെ അറിയില്ല എന്ന് തോന്നാം. അങ്ങനത്തെ ഡിഫിക്കൽട്ടി ലെവലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ
ഇതിനകത്ത് ഏറ്റവും അറിയാത്ത ചാപ്റ്റർ, പിന്നെ അറിയുന്ന ചാപ്റ്റർ, പിന്നെ അറിയുന്ന ചാപ്റ്റർ, പിന്നെ അറിയുന്ന ചാപ്റ്റർ, ആ ഒരു നിലയിൽ നിങ്ങൾ ഗ്രേഡിയൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ അറിയുന്ന ചാപ്റ്റർ എന്നുള്ള നിലയിലുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അറിയുന്നത്, തീരെ അറിയാത്തത് എന്നുള്ള രീതിയിൽ കൃത്യമായി തരംതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിഫിക്കൽട്ടി ഓർഡറിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഏറ്റവും ആദ്യം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഈ മൂന്നാമത്തെ ചാപ്റ്ററാണ് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് എങ്കിൽ ഞാൻ ആദ്യം പഠിക്കേണ്ടത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ആ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. അതുപോലെ എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ 10 ചാപ്റ്ററിൻ്റെ എക്സാമ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് എനിക്ക് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 4 ചാപ്റ്റേഴ്സ്, ഞാനത് 40% എന്നുള്ള നിലയിലാണ് കാണിക്കുന്നത്. 4 ചാപ്റ്റർ അല്ലെങ്കിൽ 5 ചാപ്റ്റർ എനിക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ മൂന്നാമത്തത് ഞാൻ പഠിക്കാം. ആൻഡ് 5ാമത്തത് എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു, 6ാമത്തത് ഡിഫിക്കൽട്ടായിരുന്നു, 9ാമത്തത് ഡിഫിക്കൽട്ടായിരുന്നു, 10ാമത്തത് ഡിഫിക്കൽട്ടായിരുന്നു. ഇത്ര സാധനങ്ങൾ എനിക്ക് ആദ്യം പഠിക്കാം. ഇതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ആൻഡ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയ സമയത്തിൻ്റെ ഒരു 60% മുതൽ 70% സമയം വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത്ര സമയം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് 5 ദിവസം അവൈലബിൾ ആണെങ്കിൽ, 5 days, if I have 5 days, 5 ദിവസം അവൈലബിൾ ആണെങ്കിൽ എനിക്ക് ഒരു 3 days എങ്കിലും, 3 ദിവസമെങ്കിലും എനിക്ക് ഈ അറിയില്ലാത്ത 5 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്, 3 കൂടുതൽ ഉപയോഗിക്കാം, 3.5 ദിവസം വരെ നിങ്ങൾക്ക് ഈ അറിയില്ലാത്ത ചാപ്റ്റേഴ്സിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത ചാപ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 3.5 ദിവസമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഈ 3.5 ദിവസം കൊണ്ട് നമ്മൾ വെറും 5 ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 ചാപ്റ്ററേ പഠിച്ചിട്ടുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ധൈര്യമായിട്ട് ആ 3.5 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എളുപ്പമുള്ള ചാപ്റ്ററുകളിലേക്ക് പോവുക. എളുപ്പമുള്ള ചാപ്റ്റർ അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഡിഫിക്കൽട്ടീൻ്റെ ഓർഡർ തന്നെയാണ്. എനിക്ക് ഇതിലേറ്റവും അറിയില്ലാത്ത ഏതാണ്, ഇതിലേറ്റവും അറിയില്ലാത്ത ഏതാണ്, ഇതിലേറ്റവും അറിയില്ലാത്ത ഏതാണ്, ആ ഒരു ഓർഡറിൽ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അറിയാവുന്ന ചാപ്റ്റർ ഏറ്റവും അവസാനത്തിലേക്ക് വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി നമുക്ക് 1.5 ദിവസം സമയമുള്ളൂ. ആ 1.5 ദിവസം സമയം കൊണ്ട് നമ്മളൊരു അര ദിവസത്തിൽ താഴെ സമയം എടുത്തിട്ട് ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യുക. അര ദിവസത്തിൽ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേയിൽ, അതായത് ഒരു ദിവസം മോർണിംഗ് മുതൽ ഉച്ച വരെ എത്തുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം 2 ചാപ്റ്ററെങ്കിലും കവർ ചെയ്യുക. അടുത്ത ഉച്ച മുതൽ വൈകുന്നേരം വരെ രാത്രിയുള്ള സമയം കൊണ്ട് 2 ചാപ്റ്റർ കവർ ചെയ്യുക. രാത്രി ഇരുന്നിട്ട് 1 ചാപ്റ്റർ കവർ ചെയ്യുക. അങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഒറ്റ സിംഗിൾ ഡേ തന്നെ ബാക്കി 5 ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ എക്സാം എഴുതാൻ പോകാം. അപ്പോൾ ഈ എക്സാം എഴുതാൻ നേരത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടുന്നു, ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ലാത്ത ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്യുക ചെയ്തത്. ഈ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ 400 റേഞ്ചിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ 350 to 450 എന്നുള്ള ആ റേഞ്ചിൽ മാർക്കായിരിക്കും കിട്ടുക. ഒരിക്കലും പതറരുത്, ഒരിക്കലും തളരരുത്. കാരണം നിങ്ങൾ പഠിച്ചത് 5 എണ്ണമാണ് ഉഷാറായി പഠിച്ചത്, ബാക്കി 5 എണ്ണം നിങ്ങൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ടാണ് പഠിച്ചിട്ടത്. ഇതിൽ നിങ്ങൾ ഒരിക്കലും തളരരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ സാധനം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത സെറ്റിലേക്ക് വീണ്ടും നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് വന്നു കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ നമുക്ക് 10-15 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി കിട്ടുക. അതിനകത്ത് 1, 2, 3, 4 നമ്മൾ അതുപോലെ പഴയ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചു. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് കൂടുതൽ സമയം, ഞാൻ പറഞ്ഞ പോലെ ഒരു 70% സമയം എടുത്ത് പഠിച്ചു. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിച്ചു. ബാക്കിയുള്ളതെല്ലാം വളരെ ഒന്ന് ഈസി ആയിട്ട് മാത്രം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സെറ്റ് എക്സാം എടുത്തു. അടുത്ത സെറ്റ് കിട്ടി. അടുത്ത് കിട്ടുമ്പോൾ നമ്മൾ ആ ഒരു നിലയിൽ തന്നെയാണ് പോവുക. 70% ടൈം നമ്മൾ ഹാർഡർ സബ്ജക്ട്സിനാണ് കൊടുക്കുക, ഹാർഡ് ചാപ്റ്റേഴ്സിനാണ് കൊടുക്കുക. ആൻഡ് 30% മാത്രമാണ് നമ്മൾ ഈസിക്ക് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720 ഔട്ട് ഓഫ് 720 നമുക്ക് കിട്ടാൻ പോകുന്നത് 350 to 450 മാർക്കാണ്. ഞാൻ ഈ റേഞ്ചിലുള്ള കുട്ടികളോടാണ് പറയുക, കാരണം ഇവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ പഴയ സെറ്റിലേക്ക് നമ്മൾ തിരിച്ചെത്തും. ആ തിരിച്ചെത്തുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇവിടെ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിരുന്ന ഈ ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. നമ്മളിത് ഇവിടെ കണ്ടോ, ടിക്ക് ഇടാതെ വെച്ചിരിക്കുന്ന ആദ്യത്തെ എളുപ്പമുള്ളായിരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, ഈ ഒരു സമയത്ത് കവർ ചെയ്യുക. ഈ സമയത്ത് കവർ ചെയ്യുമ്പോൾ 70% ടൈം ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഒരു 40% അല്ലെങ്കിൽ 50% ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക. അതിനുശേഷം മാത്രം ഡിഫിക്കൽട്ട് ആയിരുന്ന ചാപ്റ്റേഴ്സ് ഒന്നുകൂടി കവർ ചെയ്യുക. ആ ഒരു നിലയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്നിട്ട് അടുത്ത സെറ്റിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിക് ഉണ്ട്. കവർ ചെയ്യാത്ത ടോപ്പിക്കുകൾ നമ്മൾ ആദ്യം കവർ ചെയ്യുക. നമ്മളൊരു 50% ടൈം കൊടുത്തിട്ട് അത് കവർ ചെയ്യുക. അതങ്ങനെ വെച്ച് മുന്നോട്ട് പോവുക. അതിനുശേഷം വീണ്ടും 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 ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും പല വട്ടം പല റൗണ്ട് റിവിഷൻസ് നമുക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജീസ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾ നേരെ മുന്നോട്ട് നോക്കുക. നേരെ മുന്നിലുള്ള എക്സാമിൻ്റെ നമ്മൾ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ പകുതിയോളം ചാപ്റ്റേഴ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ആ പകുതി ചാപ്റ്റേഴ്സ് പഠിച്ചു, ബാക്കി പകുതി സാധനം ഒരു 30% ടൈം കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ എക്സാം എഴുതി. നമുക്ക് 350 to 450 മാർക്ക് കിട്ടി. വെൽ ആൻഡ് ഗുഡ്. യു ഹാവ് ടു ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എനിക്കുള്ള മാർക്കാണ്, ഇത് ഞാൻ അധ്വാനിച്ചതിന് കിട്ടിയ മാർക്കാണ്. അടുത്ത സെറ്റ് പഠിക്കാൻ തീരുമാനിക്കാം.
അടുത്ത സെറ്റിൽ നമ്മൾ പകുതിയോളം ചാപ്റ്റേഴ്സ് കൂടുതൽ സമയം എടുത്ത് പഠിച്ചു, അറിയില്ലാത്ത പകുതിയോളം ചാപ്റ്റേഴ്സ്. ബാക്കി കുറച്ചൊക്കെ അറിയുന്ന ചാപ്റ്റേഴ്സ് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ റിവൈസ് ചെയ്തു. 350 to 450 നമ്മൾ സ്കോർ ചെയ്യുന്നു. അത് വെല്ലാൻ കൂട്ടി എനിക്കിത് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അതിനുശേഷം വീണ്ടും 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 ഇത് കഴിയുക. ഒരു സെറ്റ് റിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും റിവിഷൻ വരുന്ന ആ സമയത്ത് നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ള പകുതി ചാപ്റ്റേഴ്സ് ഇല്ലേ, അതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 50% ടൈം, പകുതി സമയം എടുത്തിട്ട് എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക, ബാക്കി പകുതി സമയം എടുത്തിട്ട് പാടുള്ളത് പഠിക്കുക. ആ ഒരു നിലയിൽ രണ്ടാമത്തെ റൗണ്ട് റിവിഷൻ കഴിയുക, മൂന്നാമത്തെ റൗണ്ട് റിവിഷൻ വരും, നാലാമത്തെ റൗണ്ട് റിവിഷൻ വരും. ഇങ്ങനെ മൾട്ടിപ്പിൾ തവണ നടക്കുന്ന റിവിഷനിലൂടെയാണ് നമ്മൾ 100% ചാപ്റ്റേഴ്സും കവർ ചെയ്യുക. അതല്ലാതെ ഒരിക്കലും ഒരൊറ്റ തവണത്തെ റിവിഷനിൽ തന്നെ എല്ലാ ചാപ്റ്ററും ഈക്വലി കവർ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കരുത്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് ഓരോ എക്സാമിനും കിട്ടുന്ന മാർക്ക് അത് നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെത് മാത്രമാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ റാപ്പിഡായിട്ട് റിവൈസ് ചെയ്ത ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മാർക്ക് അല്ല അതൊരിക്കലും. അതുകൊണ്ട് നിങ്ങൾക്കൊരു 350 ആണ്, എനിക്ക് ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, എനിക്ക് സാർ 350 ആണ് കിട്ടുന്നത്, 450 ആണ് കിട്ടുന്നത്, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 കാര്യത്തിൽ ആ രണ്ടാമത്തെ കാര്യമുണ്ട്, നമ്മൾ ഈ ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പകലില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുക. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയവും നിങ്ങൾക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് മാറാനുള്ള സമയം മാത്രം കയ്യിൽ വെക്കുക. ബാക്കി സമയമൊക്കെ പറ്റുന്ന അത്ര നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാകുക. അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡോപ്പയിലൊക്കെ ക്യാപ്സ്യൂൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 5-ാം തീയതി മുതലാണ് ക്യാപ്സ്യൂളിൻ്റെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് അടിപൊളി ഒരു റിവിഷൻ ഷെഡ്യൂൾ ഉണ്ട്. നമുക്ക് ഓരോ ദിവസവും 3 ചാപ്റ്റർ വെച്ച് പഠിച്ച് അതിൻ്റെ ഗ്രാൻഡ് എക്സാം നീറ്റ് മോഡൽ പോലെ പഠിച്ചിട്ട് അങ്ങനെ ഒരു 6-7 ഗ്രാൻഡ് എക്സാമുകളുടെ ഉള്ളിൽ കൂടി നമ്മൾ ടോട്ടൽ സിലബസ് ഒരു റൗണ്ട് വരെ കഴിഞ്ഞ് മാരത്തൺ എക്സാംസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ഷെഡ്യൂൾ ഡോപ്പ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. സോ ആ ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ ഷെഡ്യൂൾ എങ്ങനെ കീപ്പ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. സോ ഈ ഒരു നിലയിൽ വേണം നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഫൈനലി ഒരൊറ്റ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞു തന്നോട്ടെ. നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദിവസം പഠിക്കുമ്പോൾ ഫിസിക്സിൻ്റെ ചാപ്റ്റർ മാത്രം, കെമിസ്ട്രിയുടെ ചാപ്റ്റർ മാത്രം, ബയോളജിയുടെ ചാപ്റ്റർ മാത്രം അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഒരിക്കലും അല്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകൾ നേരെ മേളിലുള്ള കാർഡ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ 90 ഡേയ്സ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോ കൂടി കാണുക. അതിൽ പറഞ്ഞതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാ ദിവസവും ഈക്വലിയാണ് പഠിച്ചുകൊണ്ട് വേണ്ടത്. ഒരു ഫിസിക്സ് ചാപ്റ്റർ, ഒരു കെമിസ്ട്രി ചാപ്റ്റർ, ഒരു ബയോളജി ചാപ്റ്റർ എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് കൊണ്ടുപോകുക. അതായിരിക്കും നിങ്ങളെ കൂടുതൽ നല്ല മാർക്കിലേക്ക് എത്തിക്കുക. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ആ വീഡിയോ കാണുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരും. ഈ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നാലും അത് കമന്റ് ബോക്സിൽ ഇടുക. ആൻഡ് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തിനുള്ള സ്ട്രാറ്റജീസ് ആണ്, എന്തിനുള്ള ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് എന്നുള്ള കാര്യം കൂടി പറയുക. എല്ലാം ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ബൈ ആൻഡ് വിൽ സീ യു അഗെയിൻ. ഓൾ ദി ബെസ്റ്റ്.